അങ്ങനെ ഞാൻ മിഥുനെയും കൂട്ടി ലൈഫ് ചേഞ്ചിൽ സാബുചേട്ടൻ്റെ അടുത്ത് വന്നു. ആക്ച്വലി മിഥുനും സാബുചേട്ടനും ഒരേ നാട്ടുകാരാണ് കേട്ടോ. ഞാനിവിടെ പലവട്ടം ജിമ്മിന് വന്നിട്ടുണ്ടെങ്കിലും മിഥുൻ ആദ്യമായിട്ടാണ്. ഞാൻ ഒരുപാട് തവണ ജിമ്മിന് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാനിവിടെ വന്ന് പലവട്ടം വീഡിയോസ് ഇട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. കല്യാണം ഉറപ്പിച്ചു, ആകെ തിരക്കായി. അപ്പം കണ്ടിന്യൂറ്റി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കുറേയൊക്കെ എൻ്റെ മടി കാരണം അങ്ങനെ പോയി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പം ഡോക്ടർ നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് സാബുചേട്ടൻ്റെ വൈഫാട്ടോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നിന്നു. പിന്നെ ഈ പറഞ്ഞ ജിം എനിക്ക് നല്ല പരിചയം, പലവട്ടം വന്ന് ഒത്തിരി പരിചയമുള്ളത് കൊണ്ട് ഞാൻ തന്നെ മിഥുനെ കൊണ്ട് നടന്ന് ജിമ്മൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി മിഥുന് പൊതുവെ ജിമ്മിൽ പോകുന്നതിനോടൊന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. ബാഡ്മിൻ്റൺ ബോളുകളൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇനി ജിമ്മിൽ പോകുന്നത് എന്തിനാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് മിഥുനെ ജിമ്മിൽ കൊണ്ടുവന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഒത്തിരി ഒന്നും ഡയലോഗ് പറയേണ്ടി വന്നില്ല. മിഥുന് ഓൾറെഡി സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ മിഥുൻ പറഞ്ഞാൽ കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി ജിമ്മിന് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന അപ്ഡേറ്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാം തരാട്ടോ. ഇതിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടതായിരുന്നു, ഷെറിൻചേട്ടനെ കണ്ടു, സംസാരിച്ചു, മിഥുനെ പരിചയപ്പെടുത്തി. കല്യാണം കഴിയുന്നത് ഷെറിൻചേട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ട്രെയിനർ ചേട്ടനെ കണ്ടു. ഈ പറഞ്ഞ പോലെ പലവട്ടം ഇവിടെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് എന്നോട് ചോദിക്കുകയായിരുന്നു, നീ ഇനി ഏത് കാലത്ത് വരാനാണ്. ട്രെയിനർ ചേട്ടനും ഇതിനെ പരിചയപ്പെട്ടു. എല്ലാവരും എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഇപ്പം ഈ അടുത്താണ് അറിഞ്ഞത്. ഇപ്പോൾ പരിചയപ്പെടുമ്പോഴാണ് കല്യാണം കഴിഞ്ഞെന്നുള്ളത് എല്ലാവരും അറിയുന്നത്. ഞാനധികം പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തത് കൊണ്ടേ. അങ്ങനെ ജിമ്മ് മുഴുവൻ കണ്ടു. 16,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ജിമ്മ് കേട്ടോ. അപ്പം മാത്രമല്ല, രാവിലെ 5 മണി തൊട്ട് രാത്രി 1 മണി വരെ ഉണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്കിംഗ് ആയിട്ടുള്ളൊരു ജിമ്മുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൈമിങ്ങിൻ്റെയോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്ലെക്സിബിളായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഷോയെ ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കി, 54 കിലോ മിഥുനെ കൊണ്ട് നോക്കിപ്പിച്ചു. ഞാൻ എത്തി പഠിച്ച് നോക്കുന്നതെന്നറിയാവോ, സെഞ്ചുറി അടിക്കാൻ അധികം ഒന്നും ഇല്ല മക്കളെ. 100 കിലോ ആവാൻ 3 കിലോയും കൂടെ മതി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇനി ഇതിൻ്റെ താഴെ മേളിലൊക്കെ ഇത് 3 ഫ്ലോറിലായിട്ട് വലിയ സെറ്റപ്പായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും മിഥുനെ ഇത് കാണിക്കാൻ വേണ്ടി താഴേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ്. അപ്പോൾ മിഥുനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സാബുചേട്ടൻ ഒരു സാമ്രാജ്യം തന്നെ ലൈഫ് ചേഞ്ചിൽ കെട്ടി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു. ആക്ച്വലി ഇവിടുത്തെ ഈ കാണുന്നതിലൊക്കെ ആക്ച്വലി ഞാനും ഒന്ന് പയറ്റ് നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ വല്ലാണ്ട് കിതച്ചു പോയി. പക്ഷേ മിഥുൻ ഈസിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേളിൽ വന്ന് ഈ കാണുന്നത് നമ്മുടെ എയറോബിക്സും സുംബയൊക്കെ നടക്കുന്ന ഫ്ലോറാണ് കേട്ടോ. ഇവിടെ അത് മാത്രമല്ല, നമുക്ക് ബോഡി ബാത്ത്, പിന്നെ ഫുഡ് ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡയറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഞാനിപ്പം ഇപ്പോൾ കാണിക്കുന്ന ഇവിടെ എയറോബിക്സ് കഴിഞ്ഞിട്ട് എല്ലാവരും എന്താ പറയുക അതിൻ്റെ വൈൻഡപ്പ് സെഷനിലാണുള്ളത്. അങ്ങനെ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിലൊരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ പറ്റിയ നാളെ തൊട്ട് അല്ലെങ്കിൽ 1-ാം തീയതി തൊട്ട് എന്തായാലും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ട്രെയിനേഴ്സിനോട് സംസാരിച്ചപ്പം അവർ വർക്കൗട്ടുകളെക്കുറിച്ചും അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മുടെ ബോഡിൽ അത് കൊണ്ടുവരുന്ന ചേഞ്ചസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പം എൻ്റെ കുറേ തെറ്റിദ്ധാരണകൾ മാറി. പിന്നെ കുറേ പുതിയ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർക്ക് ഇത് അറിയാത്തതുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുള്ളവരുണ്ട്. കാരണം എനിക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു സറൗണ്ടിങ്സിൽ തന്നെയാണല്ലോ. സോ ഞാൻ സാബുചേട്ടനോട് ചോദിച്ചു, ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ട് ഞാൻ എന്തായാലും ജിമ്മിൽ വരികയാണല്ലോ, അപ്പം ഞാൻ ഓരോന്ന് വീഡിയോസായിട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കിട്ടുന്ന ഇൻഫർമേഷൻസ്. സാബുചേട്ടൻ പറഞ്ഞു ചെയ്തു. കാരണം സാബുചേട്ടൻ ഇത് ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഹെൽത്ത് ക്ലബ്ബാണ്. സോ എന്ത് വന്നാലും ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതിന് പകരം നമുക്ക് ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ അത് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്നൊരു കോൺസെപ്റ്റാണ് സാബുചേട്ടൻ്റെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അത് സത്യവുമാണല്ലോ. കാരണം ഞാൻ ഈ അടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പം എനിക്ക് ക്ഷീണം, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കിടന്നുറങ്ങാൻ രാത്രിയും പകലും കിടന്നുറങ്ങിയാൽ എനിക്ക് ഉറക്കം തീരുന്നില്ല, എത്ര വേണം ഉറങ്ങാൻ പറ്റും, ഭയങ്കര ക്ഷീണം തോന്നുമായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം ചോദിച്ചത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു ഡോക്ടർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഡെഫിഷ്യൻസീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് എന്താ പറയുക, എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് അത് നിർബന്ധമായിട്ട് ആവശ്യമുള്ള കാര്യമാണെന്ന് ഡോക്ടറും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തായാലും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ലൈഫ് ചേഞ്ചിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇനി മുന്നോട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് നമുക്കറിയില്ലാത്തത്. അതെല്ലാം എന്തായാലും ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.